സർവകലാശാലയിൽ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടയാൻ നിർദ്ദേശം. മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സംസാരിക്കുകയും SFI സമരം നിർത്തുകയും ചെയ്തതിനു ശേഷമാണ് ഈ നടപടിയുണ്ടാകുന്നത്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന വൈസ് ചാൻസലറുടെ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കേരള സർവകലാശാലയിലെ തമ്മിലടിക്ക് അന്ത്യമില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് വൈസ് ചാൻസലർ ഡോക്ടർ മനോഹൻ കുന്നുമലിന്റെ പുതിയ ഉത്തരവ്. ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ VC ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം കൂടി തടഞ്ഞുവെച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകരുതെന്നാണ് VC പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. സസ്പെൻഷൻ കാലയളവിൽ നൽകാറുള്ള നിശ്ചിത തുക അലവൻസ് മാത്രമായിരിക്കും അനുവദിക്കുക. എന്നാൽ VCയുടെ പല ഘട്ടങ്ങളിലെ താക്കീതുകളും ഉത്തരവുകളും അവഗണിച്ച അനിൽകുമാർ ഇപ്പോഴും സർവകലാശാലയിൽ എത്തുന്നുണ്ട്. സസ്പെൻഷൻ നിയമപരമല്ല, നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് അത് റദ്ദു ചെയ്തു എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സസ്പെൻഷൻ അംഗീകരിച്ച ഓഫീസിൽ നിന്ന് മാറി നിന്ന ശേഷം അപേക്ഷ നൽകിയാൽ തിരിച്ചെടുക്കാമെന്ന് ഉപാധി VC മുന്നോട്ട് വെച്ചുവെങ്കിലും സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളും രജിസ്ട്രാറും അതിനോട് യോജിച്ചില്ല. സർക്കാരും ഗവർണറും തമ്മിൽ ആശയവിനിമയം നടത്തിയെങ്കിലും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് മാത്രം ഇതുവരെ പരിഹാരമായില്ല. നേരത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനിൽകുമാറിന് അനുകൂലമായ നടപടിയായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. അനിൽകുമാറിന് രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി തീർപ്പാക്കിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. സസ്പെൻഷൻ റദ്ദാക്കിയതിൽ എതിർപ്പുണ്ടെങ്കിൽ വൈസ് ചാൻസലർക്ക് ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് VC രജിസ്ട്രാർ പോരെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്ന വിധത്തിലുള്ള സമരത്തിലേക്ക് മാറിയത്.